പെരുമ്പാവൂർ ESI ഡിസ്പെൻസറി രോഗക്കിടക്കയിൽ. എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന നിലയിലാണ് ആശുപത്രി കെട്ടിടം. കാടുകയറി നാശോന്മുഖമാണ് ആശുപത്രി വളപ്പും. വേണ്ടത്ര ഡോക്ടർമാരോ മറ്റു ജീവനക്കാരോ ഇല്ലാതെ ഊർധ്വൻ വലിക്കുകയാണ് അനേകം തൊഴിലാളികൾക്കാശ്രയമായ ഈ ആതുരാലയം. അധികൃതർ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ പെരുമ്പാവൂർ ESI ഡിസ്പെൻസറി രോഗക്കിടക്കയിലായിട്ട് കാലങ്ങളായി. മേഖലയിലെ അനേകം തൊഴിൽശാലകളിൽ നിന്നുള്ള ജോലിക്കാർക്കും കുടുംബാംഗങ്ങൾക്കും ആശ്രയമാണ് ഈ ആശുപത്രി. എന്നിട്ടും വേണ്ടത്ര സൗകര്യങ്ങളില്ലാതെ മുട്ടിലിഴയുന്നു. 1986-ൽ PP തങ്കച്ചൻ MLA ആയിരുന്ന കാലത്ത് AM റോഡിനോട് ചേർന്ന് സ്ഥാപിതമായ ആശുപത്രിയാണിത്. ഇന്നിപ്പോൾ തകർന്നു വീഴാവുന്ന നിലയിലാണ് ആശുപത്രി കെട്ടിടം. പലയിടത്തും കോൺക്രീറ്റ് അടർന്നും വിള്ളലുകൾ വീണും നാശോന്മുഖമായിരിക്കുന്നു. ആശുപത്രി വളപ്പാകട്ടെ പൂർണ്ണമായും കാട് കയറിയ നിലയിലാണ്. വർഷങ്ങളായി ശുചീകരിക്കാത്ത കാട് മൂടിയ ഒരു കിണറുമുണ്ട് ഇവിടെ. ഈ കിണറ്റിലെ വെള്ളമാണ് ആശുപത്രിയിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതും. കോമ്പൗണ്ടിലെ മരങ്ങളിലെല്ലാം വള്ളിപ്പടർപ്പുകൾ കയറി ഭീതികരമായ അന്തരീക്ഷവുമാണ്. നിലവിൽ 5 ഡോക്ടർമാരുടെ സേവനം ആവശ്യമുള്ള ഡിസ്പെൻസറി ആണിത്. എന്നിട്ടും വെറും 3 പേരുടെ സേവനമേ ലഭിക്കുന്നുള്ളൂ. അതിൽ ഒരാൾ സ്ഥലം മാറി പോവുകയും ചെയ്തു. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ 2 ഷിഫ്റ്റായി 2 ഡോക്ടർമാർ മാത്രമാണ് ഇപ്പോൾ സന്ദർശകരെ കാണുന്നുള്ളൂ എന്നതാണ് അവസ്ഥ. എന്നാൽ രോഗികളുടെ എണ്ണത്തിൽ ഒട്ടും കുറവില്ല. ഡ്യൂട്ടിയിൽ 2 നഴ്സുമാർ വേണ്ടിയെടുത്ത് ഒരാളുടെ സേവനമേ ഇവിടെയുള്ളൂ എന്നത് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ കൂടുതൽ വെളിപ്പെടുത്തുന്നു. 2 ഫാർമസിസ്റ്റുകൾ വേണമെന്നിരിക്കെ അവിടെയും പേരിന് ഒരാൾ മാത്രം. ജോലി ചെയ്യുന്നവർ തളർച്ച മറന്നും ജോലി ചെയ്യുക എന്നതാണ് സാഹചര്യം. ഈ പരിതാപകരമായ അവസ്ഥ ഇവിടെ എത്തുന്ന രോഗികളെയും വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ജനലുകളും വാതിലുകളും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. കാടുമൂടിയ മതിലും ഗേറ്റും എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീണേക്കാം. സെൻട്രൽ ഗവൺമെന്റ് സത്വരശ്രദ്ധ പതിഞ്ഞാൽ മാത്രം രക്ഷ പ്രാപിച്ചേക്കും എന്നാണ് പെരുമ്പാവൂർ ESI ഡിസ്പെൻസറിയുടെ അവസ്ഥ. ജനങ്ങളുടെ നിരന്തര പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം മനോജ് മൂത്തടൻ MLA ആശുപത്രി സന്ദർശിച്ചിരുന്നു. 100 കണക്കിന് വ്യവസായശാലകളും 10,000 തൊഴിലാളികളും ആശ്രയിക്കുന്ന ആശുപത്രിയാണിത്. 52,000 തൊഴിലാളികൾ ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തതായി രേഖകളുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളുടെ എണ്ണവും പേരും കൂടി ചേരുമ്പോൾ ആശ്രിത പട്ടിക ഇനിയും നീളും. എന്നിട്ടും ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ രോഗക്കിടക്കയിൽ ഊർധ്വൻ വലിച്ചു കിടക്കാനാണ് ആശുപത്രിയുടെ വിധി. നിത്യവും അനേകം ആളുകൾ വന്നു പോകുന്ന ഈ ആതുരാലയത്തിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറന്നു കണ്ടേ മതിയാകൂ. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.